ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വളരെ 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 പ്രധാനപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റിയാണ്. എല്ലാവരും അറിയണം. അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും 3 തരത്തിലുള്ള വിഷം കടക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, അവനവൻ എടുത്തു കഴിക്കുന്ന വിഷം അറിഞ്ഞുകൊണ്ട്. രണ്ടാമത്തേത്, പല ഫുഡിലൂടെ അറിയാതെ ലഭിക്കുന്നവ. മൂന്നാമത്തെ കാര്യം, നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളിലും കുറച്ച് ശതമാനം ടോക്സിക് ഐറ്റംസ് ഉണ്ട്, വിഷസാധനങ്ങളുണ്ട്. ഇതെല്ലാം ശരീരം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതിനെപ്പറ്റി വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ദൈവം നമുക്ക് ഏറ്റവും വലിയ 2 ഗിഫ്റ്റുകളാണ്. ഒന്ന്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം. 2, നാസോ ഗ്യാസ്ട്രിക്കൽ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം. ഒന്ന്, നമുക്ക് ഇൻറ്റസ്റ്റൈൽ സിസ്റ്റം, ഗ്യാസ്ട്രോ എൻട്രോളജിക്കൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു പവറാണ്. അതുപോലെ നാസോ ഗ്യാസ്ട്രിക്കൽ ഇൻറ്റസ്റ്റൈൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതും വേറൊരു പവറാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഒരു എനർജി ഗ്രൂപ്പുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്, ഒരു പവർഫുള്ളാണ്. അപ്പോൾ മറ്റ് 2 തരത്തിലുള്ള വിഷങ്ങൾ നമുക്ക് ശരീരത്തിലേക്കുമ്പോൾ ചികിത്സയുണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരത്ത് നമ്മൾ പ്രധാനമായി ഇൻഫെക്ഷനും ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. രണ്ടാമത്തെ ചെസ്റ്റിൽ. മൂന്നാമത്തെ സൈനസ് അറകൾ. അതായത് നാസോ ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ സൈനസ് അറയിൽ ഒത്തിരി വേസ്റ്റ് പ്രൊഡക്റ്റ് അടിയും. അതുപോലെ ലങ്സിൽ കുറേ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ അടിയും. അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒത്തിരി വേസ്റ്റ് പ്രൊഡക്റ്റുകളും ടോക്സിക്കും അടിയും. ഈ അവസരത്തിൽ നമ്മുടെ ശരീരം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് പുറത്ത് കളയുന്നതിന് വേണ്ടി ചില കർമ്മങ്ങൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള സമയങ്ങളിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ വേസ്റ്റ് പ്രൊഡക്റ്റ് പുറത്ത് കളയുവാനുള്ള ഒരു പവറാണ് സംഭരിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് ശക്തമായ രീതിയിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആകുമ്പോൾ ശക്തമായ രീതിയിൽ നമുക്ക് വയറ്റിളക്കം ഉണ്ടാകും. ഗ്യാസോടുകൂടി മലം പുറത്തോട്ട് പോകാം. ചിലപ്പോൾ കുറച്ച് മലകൾ നന്നായിട്ട് പുറം തള്ളിക്കളയും. ശരീരത്തിൻ്റെ പ്രഷർ കുറയും. ക്ഷീണം നന്നായിട്ടുണ്ടാകും. വെള്ളം നഷ്ടപ്പെടും. ആയതിനാൽ എത്രയും പെട്ടെന്ന് പ്രധാനപ്പെട്ട ഏറ്റവും ദൂരെയുള്ള ആശുപത്രി പോകുന്നതിനുപരിയായിട്ട് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഡിസ്പെൻസറിയോ അല്ലെങ്കിൽ ആശുപത്രിയോ ബന്ധപ്പെട്ട് ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ് ചെയ്യണം. ക്ഷീണം കുറയ്ക്കുവാനുള്ള സംവിധാനവും അവിടെ നിന്ന് ലഭിക്കും. എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിത്തീരും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ശരീരം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു ബാലൻസ് തിരിച്ചു വരാൻ ടോക്സിക് ഐറ്റംസ് പുറത്ത് കളഞ്ഞതിന് വേണ്ടിയാണ് ശരീരം ഇത്രകാരം ചെയ്തത്. നാസോ ഗ്യാസ്ട്രിക്കിലാകുമ്പോൾ മൂക്കിലൂടെ കഫം മൊത്തം പുറത്ത് കളയുകയും ചെയ്യുന്നു. രണ്ട് പ്രഷറാണ്. ഈ പ്രഷർ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം മനസ്സിലാക്കിയും ഈ 2 കാര്യങ്ങളും തരണം ചെയ്യാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നത് പ്രത്യേകമായി